സിനു അങ്ങനെ ഓരോ ഓണം കൂടി വന്നു. ഉത്രാടത്തിൻ്റെ തിരക്കിലാവും വീട്ടുകാരൊക്കെ. അപ്പോൾ നാളെ ഓണമാണ്, ഓണസദ്യയൊക്കെ ഉണ്ണും. അതെ, സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ. ഉത്രാടപ്പാച്ചിലാണ് ഇന്നെല്ലാവരും. അതെ അതെ, ഉത്രാടപ്പാച്ചിലൊക്കെ നടക്കട്ടെ. അപ്പോൾ ഓണസദ്യയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ കൂട്ടിയായിരിക്കും അല്ലേ? അതെ, പായസം ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും, ഒരു അച്ചാർ, പിന്നെ ഇഞ്ചി, പിന്നെ ഒരു അവിയൽ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആ സദ്യക്ക് വേണമെന്നാണ് അതിൻ്റെ ഒരു. അപ്പോൾ നമ്മൾ ഓരോ പാചകം, ഇപ്പോൾ പായസം ഉണ്ട്, പാലട പായസം ആണെങ്കിൽ അട വേണം, പാല് വേണം ഒക്കെ അല്ലേ? അതെ. അപ്പോൾ ഓരോന്നിനും ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇന്നത് വേണം ഇന്നത് വേണം. നമ്മളൊരു ജ്യൂസ് കുടിക്കാതിരിക്കട്ടെ, കടയിൽ പോയി ഒരു ജ്യൂസ് കുടിക്കുക. ഈ ജ്യൂസിൽ എന്തൊക്കെ വേണം? സ്വാഭാവികമായിട്ടൊരു പഴം വേണം. ആ പഴത്തിനകത്ത് അത് പഴത്തിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കണം. അതെ അതെ. ചില കടകളിലൊക്കെ ഇപ്പോൾ മുഴുവൻ പഴത്തിൻ്റെ ചാറ് തന്നെ എടുത്തു തരുന്ന കടകളുണ്ട്, വില കൂടും, പൈസ കൂടുതൽ, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കും. അപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു പഴം വേണം. അത് മിക്സിയിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ ജ്യൂസറിൽ ഇട്ടിട്ട് അത് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ രസം അല്ലേ, സത്ത് രസം എന്ന് പറയാം, പഴത്തിൻ്റെ രസം എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ മധുരം ഒഴിച്ച് വെള്ളമൊക്കെ ചേർത്ത് നേർപ്പിക്കും. ഇങ്ങനെയാണ് ജ്യൂസ് കുടിക്കുന്നത്. ഇങ്ങനെയാണല്ലോ അല്ലേ? പ്രഷർ ഇങ്ങനെയല്ലേ ജ്യൂസ് കുടിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ അല്ലാത്തൊരു ജ്യൂസിൻ്റെ കഥ പറയാം. അങ്ങനെയല്ലാത്ത ജ്യൂസ് പഴച്ചാറുണ്ട്, അതിനകത്ത് വെള്ളം ഒഴിക്കില്ല, പകരം എന്തൊഴിക്കുന്നറിയോ? ഓണക്കാലത്ത് പറയാൻ പാടില്ല, മൂത്രം ഒഴിക്കും. അയ്യോ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒട്ടും പറ്റുന്നില്ല. വിശ്വസിക്കണം. നമ്മുടെ നാട്ടിലാണ്. എവിടെയെന്നറിയോ? അത് ഉത്തർപ്രദേശിലെ ഗസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ വാർത്ത. ഉത്തർപ്രദേശിലെ ഗസിയാബാദിലെ ഒരു ജ്യൂസ് കടയുടെ പേര് ഖുഷി ജ്യൂസ് സെൻ്റർ എന്നാണ്. ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. ആ ജ്യൂസ് കുടിച്ചാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അവിടെ കാലങ്ങളായി ജ്യൂസ് കട നടക്കുന്നു, ആളുകൾക്കെല്ലാം ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയോ അവിടെ ജ്യൂസ് ഉണ്ടാക്കുന്ന ആളുകളെ ശ്രദ്ധിച്ച ഒരാൾ കണ്ടു, ഈ ജ്യൂസിനകത്ത് ഒരു കുപ്പിക്കകത്തുനിന്ന് ഒരു ലായനി എടുത്ത് ഒഴിക്കുന്നുണ്ട്, വെള്ളമല്ല. അതെന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ കുപ്പി ഫില്ല് ചെയ്യുന്നത് കണ്ടത്. ടാപ്പിലാണല്ലോ സാറിന് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഈ പുള്ളി മറ്റേ വാട്ടർ വിടുന്ന ടാപ്പിൽ നിന്നല്ല ഫില്ല് ചെയ്ത്, മൂത്രം ഒഴിച്ചാൽ ഫില്ല് ചെയ്ത്. ഇത് കണ്ടിട്ട് ആളുകൾ പോലീസിൽ അറിയിച്ചു. അതുകൂടാതെ ഈ വാർത്ത ഇതിൻ്റെ ഈ കണ്ട ആളിതിൻ്റെ വീഡിയോ എടുത്തിട്ട് വൈറലാക്കി. ആളുകളെല്ലാം കൂടി ഈ ജ്യൂസ് കട കയറി അങ്ങ് അടിച്ച് ജ്യൂസ് കടക്കാരനെയും അയാളുടെ സഹായിയായിട്ട് നിന്ന മൈനർ ചെറിയ പയ്യനെയും കൂടെ എടുത്തങ്ങ് തല്ലി. ആ ജ്യൂസ് കടക്കാരൻ്റെ പേരൂടെ ഞാൻ പറയാം, അമീർ ഖാൻ. മറ്റത് ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയുടെ പേര് പറയാൻ പാടില്ല. ഇങ്ങനൊരു സംഭവം ഗസിയാബാദിലുണ്ടായിരിക്കുന്നു. സാധാരണ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ ബാക്കിയോടെ പറഞ്ഞു തരാം. ഇന്ദിരാ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ACP ഭാസ്കർ വർമ്മ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവം നടന്നുള്ളത്. അതിൻ്റെ വീഡിയോ കൂടെ നമ്മൾ ഇതിലൂടെ ചേർക്കുന്നു. 13/9/2024 को थाना क्षेत्र लोनी बॉर्डर के इंदिरापुरी चौकी क्षेत्र में जनता के द्वारा सूचना दी गई कि एक दुकान खुशी जूस कॉर्नर के संचालकों द्वारा जूस में मानव मूत्र मिलाया जाता है. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥലത്ത് നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ജ്യൂസ് കുടിക്കുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഭക്ഷണം നന്നായി നല്ല ഭക്ഷണമായിരിക്കണം, അതിന് രുചി ഉണ്ടാവണം, പക്ഷെ ഹൈജീനിക് ആയിരിക്കണം അല്ലേ? ഏറ്റവും ശുചിയായ സ്ഥലത്ത് ഉണ്ടാക്കണം, വൃത്തി വേണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളാരും ചിലപ്പം നമ്മൾ ചോറുണ്ട നാളെ ഇപ്പോൾ ഓണസദ്യക്ക് ഇല മുന്നിൽ വരും. ഇല ചിലപ്പം ഇപ്പം ഈ എറണാകുളത്തൊക്കെയാണെങ്കിൽ ഇല കാശ് കൊടുത്ത് മേടിക്കണം. 7 രൂപ 8 രൂപയാണ് ഒരു വാഴയിലൊക്കെ. ഈ വാഴയില വാങ്ങിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഒരു പാത്രമൊക്കെ ചിലപ്പോൾ സൈഡിലൊക്കെ എന്തെങ്കിലും കഴുക്കൊക്കെ ചിലപ്പോൾ വരാം. ഹോട്ടലിലെ കഴുക്കലൊക്കെ കണക്കാണല്ലോ, വൃത്തിയായിട്ട് കഴുകി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ വേണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിനകത്ത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ, മനുഷ്യ വിസർജ്യം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദ്രോഹമാണ്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട്, ഈ ചില മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി അത് ഹലാലാക്കാൻ വേണ്ടി അതിനകത്ത് ഊതുന്നു, തുപ്പുന്നു എന്നൊക്കെ പറയുന്നത് വലിയ വിവാദമായിരുന്നു. അത് സംബന്ധിച്ച് ഒരുപാട് വീഡിയോകളും വൈറലായിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നത് ഒന്നും ശരിയല്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ ആരും വന്നിട്ടുമില്ല. അത് തുപ്പൊന്നുമല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ലതാ മങ്കേഷ്കർ മരിച്ചപ്പോൾ ആ ദേഹം കാണാനായിട്ട്, ഭൗതിക ദേഹം കാണാൻ ഷാരൂഖ് ഖാൻ വന്നിരുന്നു. ഷാരൂഖ് ഖാൻ വന്നിട്ട് അദ്ദേഹം എന്തോ പ്രാർത്ഥിച്ച് ഓതിയത് അദ്ദേഹം തുപ്പി എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ് വിവാദം ഉണ്ടായി. അങ്ങനെയും ഒരു വിവാദം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസ്, വലിയ ബിരിയാണി ചെമ്പിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വന്ന് തുപ്പുന്നു. അത് ചില വിശദീകരണം വന്ന് തുപ്പല്ല, മന്ത്രിച്ചോതുകയാണെന്ന് പറഞ്ഞത്. മന്ത്രിച്ചോതുകയുമ്പോൾ തുപ്പൽ വീഴത്തില്ലല്ലോ. അപ്പോൾ ഒരു തുപ്പൽ ഹലാൽ വിവാദം നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ
ഇത്തരം മനുഷ്യൻ്റെ വിസർജ്യ തുപ്പലാണെങ്കിലും മൂത്രമാണെങ്കിലും വിസർജ്യം തന്നെയാണല്ലോ. അതെ. അത് ചേർക്കുന്നത് ഇന്ന് എന്ത് ന്യായീകരണമാണുള്ളത്? അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു ഉസ്താദോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തുപ്പിയാൽ അത് പുണ്യമാകുമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ വിസർജ്യം മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്തിനാണ് കഴിക്കുന്നത്? ഇതിനകത്തൊരു വലിയ ദ്രോഹമുണ്ട്. മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ എയ്ഡ്സ് ബാധിച്ച ഒരാൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അയാളുടെ കൈ മുറിച്ചിട്ട് ബ്ലഡ് അതിനകത്തൊരു തുള്ളി വീഴും. ഒരു വലിയൊരു സാമൂഹ്യ ദ്രോഹമാണ്. എനിക്കൊരു രോഗമുണ്ട്, ഞാനിങ്ങനെയായി, ഇത് ക്യൂറബിൾ ആയിട്ടുള്ള, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരു രോഗം എനിക്കുള്ളത് കൊണ്ട് കുറേ ആളുകൾ കൂടി നശിക്കണം എന്ന് കരുതുന്ന പകപോക്കൽ പോലെയുള്ള ഒരു മനോഭാവം. അതെ. പക്ഷേ ഇത് അത്തരം ഒരു പകപോക്കലല്ലല്ലോ. ഇയാളെന്തായാലും നമ്മുടെ ഖുഷി ബസാറിലെ ഖുഷി ജ്യൂസ് സെൻറ്ററിലെ അമീർ ഖാൻ എന്തായാലും ആ മൂത്രം ഒഴിച്ച ജ്യൂസ് കുടിക്കില്ല. പോലീസ് അവിടെ പരിശോധന നടത്തിയിട്ട് ACPയുടെ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. അതിനകത്ത് പറയുന്നുണ്ട്, അതിനകത്ത് കടയിൽ നിന്ന് 1 ലിറ്ററിൻ്റെ ക്യാൻ പിടിച്ചു, അതിനകത്ത് നിറയെ മൂത്രമായിരുന്നു, ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇത്തരം കടകളിൽ കയറും? ഇത് നമ്മൾ ഒരു മതവിവാദത്തിനെതിരെ പറയുകയാണെന്ന് വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളായിപ്പോയി എന്നതുകൊണ്ട് അത് പറഞ്ഞുകൂടാ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളെ തള്ളി പറയാൻ ആരാ വരേണ്ടത്? ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇതൊന്നും ഇസ്ലാമിൻ്റെ രീതിയല്ല, ഇതൊക്കെ സാമൂഹ്യ വിരുദ്ധതയാണ് എന്ന് പറയാൻ ഇവർ വരുന്നില്ല. ഞാൻ പറയുന്നത് മയക്കുമരുന്ന് കേസ്, പ്രതികളെ പിടിക്കുന്നു, വിഭാഗം പ്രതികളും ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. തർക്കമൊന്നുമില്ലല്ലോ, ഇല്ല, എല്ലാവരും ഉണ്ട്. എന്നാൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. നമ്മൾ ഇത് സംബന്ധിച്ചൊരു കണക്ക് അസംബ്ലി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ടെന്ന്. ആ കണക്കെടുത്തപ്പോൾ മൊത്തത്തിൽ നാർക്കോട്ടിക് കേസുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കഞ്ചാവുണ്ട്, MDMA ഉണ്ട്, ആഷിഷ് ഉണ്ട്, അങ്ങനെയുള്ള ബ്രൗൺ ഷുഗർ ഉണ്ട്, ഇങ്ങനത്തെ സാധനം, രാസലഹരി എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ മൊത്തത്തിൽ പറയുന്ന ഒരു ഫിഗർ വരുന്നത്. അത് എല്ലാ വിഭാഗക്കാരും ഉണ്ടെന്ന്. പക്ഷേ അതെടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ലോക്കൽ കഞ്ചാവും ഒക്കെ ആയിട്ട് പിടിക്കുന്നത് പാവപ്പെട്ട ഹിന്ദു ക്രിസ്ത്യാനിയൊക്കെയാണ്. എന്നാൽ കൂടിയ ഇനം സാധനങ്ങൾ പിടിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇത് വസ്തുതയാണ്. കാരണം നമ്മുടെ നാട്ടിൽ എത്രയോ സ്മഗ്ലിംഗ് കേസുകൾ വിമാനത്തിൽ അവിടെ ഇവിടെയും ഓരോ സ്ഥലത്തുമൊക്കെ രഹസ്യമായി എങ്ങനെ കയറ്റുമെന്ന് പോലും നമുക്കറിയില്ല. അവിടെയൊക്കെ കയറ്റിക്കൊണ്ട് സ്വർണ്ണാഭരണങ്ങളുമായി വരുന്നു. അവരെ പിടിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇത് വസ്തുതയാണ്. പക്ഷേ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരു മതപുരോഹിതനോ ഒരു മതപണ്ഡിതനോ അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവോ ഒരു രാഷ്ട്രീയ നേതാവോ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു കായിക മന്ത്രിയാണ്, അല്ലേ? കായിക മന്ത്രി. അങ്ങേര് ഒരു മാസം മുമ്പ്, അതിപ്പോഴത്തെ വിവാദങ്ങളുടെയൊക്കെ തുടക്കമായിരുന്നു, അതിന് കളമുറുക്കലായിരുന്നു, പറഞ്ഞു മലപ്പുറത്തെ പോലീസുകാർ ചുമ്മാ കേസെടുക്കുകയാണ്. ചുമ്മാ കേസെടുക്കുമ്പോൾ എല്ലാം മുസ്ലിങ്ങളാവുന്നു, അത് മുസ്ലിം സമുദായത്തിന് വലിയ പ്രതിസന്ധിയാണ്, അതുകൊണ്ട് മലപ്പുറം പോലീസ് ഇങ്ങനെ കേസെടുക്കരുത് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു മന്ത്രി. കാരണം മലപ്പുറത്ത് പോലീസുകാർക്ക് എന്താ എൻ്റർടൈൻമെൻറ്റാണ്, ചുമ്മാ പോകുന്നതിനെ പിടിച്ച് കേസെടുക്കാൻ. അവിടെ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നിയമപ്രകാരം അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസ് കേസെടുക്കും. അതുടനെ മലപ്പുറത്ത് ഒരു സമുദായത്തെ ക്രൂശിക്കാൻ വേണ്ടി പോലീസ് കേസെടുക്കുന്നു സംസ്ഥാനത്തൊരു മന്ത്രി പറഞ്ഞ നാളെ ചില സ്വാധീനങ്ങൾ കൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ അനാശാസ്യമായ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അരുതെന്ന് പറയാൻ ആരും വരുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഈ സംഭവം തന്നെ ഇതിനെ ന്യായീകരിക്കാനേ നോക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ മറ്റു പത്രങ്ങളിലൊന്നും വരാത്ത വാർത്ത നമ്മൾ പറയുന്നു. ഉടനെ രാവിലെ ഇതിൻ്റെ അടി വന്നിട്ട് പറയും, രാവിലെ രണ്ടവന്മാർ വർഗീയത വിളമ്പാൻ വന്നിരിക്കുന്നു. ഇതൊന്നും വർഗീയതയല്ല സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാശാസ്യമായ കാര്യങ്ങളാണ്. നമ്മുടെ പത്രങ്ങൾ തിരിച്ച് ഒരു ജോസഫോ ഒരു രാമൻ പിള്ളയോ അയാളുടെ കടയിൽ നിന്ന് മൂത്രമൊഴിച്ച് ജ്യൂസ് കൊടുക്കുന്ന ഒരു വാർത്ത നിങ്ങൾ ചൂണ്ടിക്കാട്ടുമോ? നമ്മൾ പറയാം ജോസഫിൻ്റെ കടയിൽ നിന്ന് പിടിച്ചു എന്ന് പറയാം, രാമൻ പിള്ളയുടെ കടയിൽ നിന്ന് പിടിച്ചെന്ന് പറയാം. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇത് പിടിക്കുന്ന മുഴുവൻ ഇത്ര അമീർ ഖാൻ എന്നൊക്കെ പറയുന്ന ആളുകളുടെ പേരുള്ള ആളുകളുടെ സ്ഥലങ്ങളിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇതര മതസ്ഥരെ ഒരു ശത്രുതയോടെ കാണുന്നു, അല്ലേ? അവരെ ഉപദ്രവിക്കണം, അവരെ കുത്തിക്കൊല്ലാൻ പറ്റില്ല, ജയിലിൽ പോകും. എന്നാൽ ഇവരുടെ ഒരു പണി കൊടുക്കാൻ വേണ്ടി ഇവനെ എൻ്റെ മൂത്രം കുടിപ്പിച്ചേക്കാം, അല്ല ഇവൻ കൊടുക്കുന്ന ചപ്പാത്തിക്കകത്ത് എൻ്റെ തുപ്പലിട്ടേക്കാം എന്ന് കരുതുന്ന തരത്തിലേക്ക് മാറുകയാണ്. ഞാനത് ആലോചിക്കുകയാണേ. കാരണം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പ് പറയുക ഒരു പ്രദേശത്തെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മുഴുവൻ കൊല്ലണം എന്ന് തീരുമാനിച്ചാൽ ഈ മൂത്രം ഒഴിക്കുന്നവന്മാർ നാളെ ജ്യൂസിൽ വിഷം കലത്തില്ല എന്ന് എന്താ ഉറപ്പ്? ഒരുറപ്പുമില്ല.
അപ്പോൾ ഇത് വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യം മാറുകയാണ്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തീവ്രവാദികളൊക്കെ വന്ന് ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ടാങ്കിനകത്ത് വിഷം കലർത്തും. അതെ അതെ, കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ട. ഒരു പ്രദേശത്ത് കുറേ ആളുകളെ അങ്ങ് കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസ് കടയിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ മതി, ഉടനെ ചാവണ്ട, സൈലൻറ്റ് പോയിസൺ കൊടുത്താൽ മതി. അതെ, അപ്പം കുറേശ്ശെ ആളുകളെ കൊല്ലല്ലോ. അപ്പോൾ ഇത് ഭക്ഷണത്തിലൂടെ ഒരു ജിഹാദ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അപകടകരമാണ്. കാരണം എന്തൊക്കെയാണെങ്കിലും ഇതിനെയൊക്കെ അത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല. കാരണം അന്യമതസ്ഥരോടുള്ള വൈരാഗ്യം മാത്രമാണ് ജ്യൂസ് കടയിൽ ക്യാനിനകത്ത് മൂത്രമൊഴിച്ച് വെച്ച് അത് വെള്ളത്തിന് പകരം ചേർത്ത് ആളുകളെ കുടിപ്പിക്കുന്ന നീചമായ പ്രവൃത്തി ചെയ്യാൻ ആരെയെങ്കിലും മതം പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആ മതത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അപകടകരമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ കൊല്ലുന്ന ഭക്ഷണമായി മാറുന്നോ എന്ന് ഈ ഗസിയാബാദിലെ ഈ സംഭവം നമുക്ക് ഒരു സൂചന നൽകുകയാണ്. പക്ഷേ ഇത് ഒരു ഗസിയാബാദിലെ ഖുഷി ജ്യൂസ് സെൻ്ററിൽ നിന്ന് പിടിക്കാത്ത എത്ര ജ്യൂസ് സെൻ്ററുകൾ, എത്ര ഭക്ഷണശാലകൾ ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലുണ്ടാവാം. അപ്പോൾ ഏതായാലും തിരുവോണ ദിവസം നമുക്ക് ഈ ഭക്ഷണത്തിൽ കലർത്തുന്ന മൂത്രത്തിൻ്റെ കഥ പറയേണ്ടി വന്നു. കാരണം ഇത് ഏറ്റവും പുതിയ വാർത്തയാണ്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വരത്തില്ല. അപ്പോൾ വിഷമിക്കേണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ജാഗ്രത നല്ലതാണ്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല സ്ഥലത്തുനിന്ന് കഴിക്കുക, ഉറപ്പുള്ളിടത്തുനിന്ന് കഴിക്കുക, ശുചിത്വമുള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൽ നമുക്ക് ജാതി മതമൊന്നുമില്ല. നല്ല ആഹാരം കിട്ടുക. ഭക്ഷണം കൊടുക്കുന്നത് പണം വാങ്ങിയിട്ടാണെങ്കിൽ പോലും അത് ഒരു മഹത്തായ കൃത്യമാണ്, അല്ലേ? അതെ, ഒരാളുടെ വിശപ്പ് മാറ്റുക എന്ന് പറയുന്നത് മഹത്തായ കൃത്യമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്നവൻ്റെ മുന്നിൽ ദൈവമായിട്ട് ദൈവം ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം നന്നായിട്ട് കൊടുക്കുക, അതിനകത്ത് മതം കലർത്താതിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നല്ല പായസമൊക്കെ കൂട്ടി കഴിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.